प्यारे बच्चे साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ല മക്കളെ. എല്ലാ മക്കളും നല്ല സെറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കൂളിലെ വിശേഷം? എല്ലാവരും നല്ല സെറ്റായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുദ് സേ പ്യാർ എന്നുള്ള പാഠഭാഗം ലൈവിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അതിൻ്റെ ആക്ടിവിറ്റി മാഷ് കോണ്ടന്റ് വീഡിയോ ആക്കിയിട്ട് ആദ്യം ഒന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇനിയുള്ള ഒരു ആക്ടിവിറ്റിയാണ് മാഷ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ മക്കളും കൃത്യതയോടുകൂടി നോക്കിക്കോളൂ. നമ്മുടെ പാഠഭാഗം ഏതായിരുന്നു മക്കളെ? ഖുദ് സേ പ്യാർ അല്ലേ, സെൽഫ് ലവ് അല്ലേ. എൻ്റെ എല്ലാ മക്കൾക്കും ഓർമ്മയുണ്ട് എന്ന് മാഷ് വിശ്വസിക്കുന്നു. സെൽഫ് ലവ് അല്ലേ, സെൽഫ് ലവ് ആണ് ഖുദ് സേ പ്യാർ. സ്വയം നമ്മളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളതാ. യെസ്, ശോഭ്നാഥ് യാദവിൻ്റെതായിരുന്നു ഖുദ് സേ പ്യാർ എന്നുള്ള മനോഹരമായിട്ടുള്ള നമ്മുടെ കവിത. യെസ്, അതൊക്കെ സെറ്റായിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് മാഷ് വിശ്വസിക്കുന്നു. ഈ പ്രവർത്തനം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മക്കളെ. എന്താണ് പ്രവർത്തനം? യേ ദുനിയാക്കോ കൈസേ പ്യാർ കരേംഗേ അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യേ ദുനിയാക്കോ, യേ എന്നതുകൊണ്ട് ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കളെ? സൂരജ്, പേട്, ബാദൽ, ഇവ മൂന്നും എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്? ഇവർ 3 പേരും എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്? നമ്മൾ കവിതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഉദാഹരണമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സൂര്യൻ എന്താണ്? തന്നിൽ നിന്നും വരുന്ന ഊർജത്തെയും ലൈറ്റിനെയും അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് തിരിച്ച് ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ കവിതയിലൂടെ പഠിച്ചു. അതേപോലെ പേടിനെയും അതേപോലെ ബാദൽ, മേഘത്തെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു സൂരജ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ഊർജ് അല്ലേ, ഊർജ്. നമുക്കൊന്ന് എഴുതി നോക്കാം മക്കളെ. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതി നോക്കേണ്ടത്. അപ്പോൾ ഊർജ് ദേത്താ ഹേ അല്ലേ, ഊർജ് ദേത്താ ഹേ. എന്താ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഊർജ് ദേത്താ ഹേ അല്ലേ, എനർജി എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അതേപോലെ പിന്നെന്താണ്? ഊർജ് മാത്രമാണ് നൽകുന്നത്. നമ്മൾ പറഞ്ഞു ലൈറ്റ്സ് അല്ലേ. അപ്പോൾ രോഷ്നി അല്ലേ, രോഷ്നി എന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. രോഷ്നി അല്ലേ, രോഷ്നി നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോൾ രോഷ്നി ദേത്താഹേ എന്ന് എൻ്റെ മക്കൾക്ക് എഴുതാം അല്ലേ. രോഷ്നി ദേത്താഹേ, വെളിച്ചം എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറയാം? രോഷ്നി, പ്രകാശ് എന്നും നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അതേപോലെ പിന്നെ എന്ത് പറയാം? സൂര്യനിൽ നിന്ന് നമുക്ക് പിന്നെ വേറെ എന്താണ് ലഭിക്കുന്നത്? യെസ്, വെയിൽ അല്ലേ. വെയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. അപ്പോൾ ധൂപ്പ് ദേത്താഹേ അല്ലേ, ധൂപ്പ് ദേത്താഹേ. ക്ലിയർ ആണോ? ധൂപ്പ് ദേത്താ ഹേ, വെയിൽ നമുക്ക് എന്ത് ചെയ്യും? ലഭിക്കും. സെറ്റാണോ? അതേപോലെ ഇനി നമുക്ക് പേട് ഓർ ബാദൽ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പം എൻ്റെ മക്കൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കിക്കോളൂ. അപ്പം ഇനി നമുക്ക് നോക്കാം എന്താണ് ഇനി അടുത്ത് വരുന്നത്. മരത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? യെസ്, ഫൂൽ അല്ലേ, ഫൂൽ ദേത്താ ഹേ അല്ലേ. മരത്തിൽ നിന്നും നമുക്ക് ഫൂൽ ലഭിക്കും. അതേപോലെ ഫൽ ദേത്താ അല്ലേ, പൂക്കളും അതേപോലെ ഫ്രൂട്ടും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് കിട്ടും, മരത്തിൽ നിന്നും കിട്ടും. അതേപോലെ ചായ ദേത്താ ഹേ, ചായ ലഭിക്കുന്നാണോ? ചായ ലഭിക്കും എന്നാണോ മക്കളെ? അല്ല, തണൽ അല്ലേ. തണൽ നമുക്ക് എന്ത് ചെയ്യും? മരത്തിൽ നിന്നും നമുക്ക് ലഭിക്കും. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി അവസാനമായി ബാദൽ എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ എഴുതാൻ പോവുകയാണ് അല്ലേ. ബാദൽ എങ്ങനെ? നമ്മുടെ കവിതയിൽ പറഞ്ഞത് നമ്മൾ എഴുതുന്നു. പാനി അല്ലേ, പാനി ദേത്താ ഹേ അല്ലേ, പാനി ദേത്താ ഹേ. അതേപോലെ പിന്നെ നമുക്ക് എന്ത് പറയാം? തണുപ്പ് ലഭിക്കുമെന്ന് നമ്മൾ പറയും അല്ലേ. ടെണ്ട അല്ലേ, ടെണ്ട ദേത്താ ഹേ അല്ലേ, ടെണ്ട ദേത്താ ഹേ നമുക്ക് എന്ത് ചെയ്യാം? പറയാം അല്ലേ. അതേപോലെ പിന്നെ എന്താണ് മക്കളെ? യെസ്, ടെണ്ട അല്ലേ, ടെണ്ട പാനി ഓർ ഗരം പാനി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ചൂട് നമുക്ക് എവിടുന്ന ലഭിക്കല്? സൂര്യനിൽ നിന്നാ അല്ലേ. അപ്പോൾ ഇവിടെ ബാദൽ, ടെണ്ട ദേത്താ ഹേ, തണുപ്പ് നമുക്ക് എന്ത് ചെയ്യും? ലഭിക്കും. അതേപോലെ പിന്നെ എന്താ? ഹരിയാലി അല്ലേ, ഹരിയാലി എന്താണ്? ഹരിയാലി ലാത്താ ഹേ അല്ലേ, ഹരിയാലി ലാത്താ ഹേ. എന്താണ്? പച്ചപ്പ് എന്ത് ചെയ്യും? കൊണ്ടുവരുന്നു അല്ലേ, ബാദൽ അല്ലേ. വെള്ളം നമുക്ക് താഴേക്ക് വന്നതിന് ശേഷം അല്ലേ, മഴയൊക്കെ ലഭിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് വരും? പച്ചപ്പ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഇവ മൂന്നും സൂരജ് ഓർ പേട് ഓർ ബാദൽ എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത് എന്നുള്ളതിന് സൂര്യനെ നമുക്ക് ഊർജ് ഓർ രോഷ്നി ഓർ ധൂപ്പ് എന്ന് നമുക്ക് പറയാം. അതേപോലെ പേടിനെ ഫൂൽ,
ഫൽ ഓർ ചായ അല്ലേ, പൂക്കൾ, അതേപോലെ പഴങ്ങൾ, അതേപോലെ തണൽ, ഇതൊക്കെ തന്നിട്ട് ലോകത്തെ സ്നേഹിക്കുന്നുണ്ട് മരം. അതേപോലെ പിന്നെ എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്? മേഘം, പാനി ഓർ ടെണ്ട ഓർ ഹരിയാലി അല്ലേ, ഹരിയാലി ഓർ ടെണ്ട ഓർ പാനി അല്ലേ, നമുക്ക് മൂന്നും പറയാം. അപ്പൊ ഇത്തരത്തിലാണ് ഇവ മൂന്നും ലോകത്തെ എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. അവരിൽ നിന്നും വരുന്ന സൂര്യനിൽ നിന്ന് വരുന്ന ഊർജവും വെളിച്ചവും വെയിലും, അതേപോലെ മരം എന്നിൽ നിന്ന് വരുന്ന പൂക്കളും പഴങ്ങളും, അതേപോലെ തണല് അല്ലെ മേഘത്തിൽ നിന്ന് വരുന്ന വെള്ളം, അതേപോലെ തണുപ്പ്, അതേപോലെ പച്ചപ്പ് കൊണ്ടുവരുന്ന ഇതൊക്കെ അത്രമേൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് ലോകത്തിന് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട്, ലോകത്തെ തിരിച്ചു നൽകാൻ വേണ്ടി സാധിക്കുന്നു അല്ലേ. അപ്പോൾ ഇവ മൂന്നും എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ നമുക്ക് എഴുതാം. ആ കവിതയുടെ ആശയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ മക്കൾക്കും കൃത്യമായി അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. റെഡി അല്ലേ മക്കളെ? അപ്പോൾ എല്ലാ മക്കളും നല്ല സെറ്റായിട്ട് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇതിൽ ആക്ടിവിറ്റി സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് മാഷ് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബായ്.